വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ്. കഥ പാതി വഴിയിൽ പാർട്ട് 20. അവതരണം ഷെറിനോഷ. അഭിരാമിക്ക് വേണ്ട പണം അലക്സി അവിടെ എത്തിച്ചു കൊടുത്തു. ആ കൂടിക്കാഴ്ചയുടെ ഫോട്ടോ വിഷ്ണു തൻ്റെ മൊബൈലിലേക്ക് പകർത്തിയെടുത്തു. ശേഷം ആ ഫോട്ടോ അവൻ അലക്സിയുടെ മുഖം ഫോട്ടോയിൽ വ്യക്തമായി കണ്ടു. പെട്ടിയിലെ പണവും കാണുന്നുണ്ട്. എന്നാൽ അഭിരാമിയുടെ ഒരു സൈഡ് വശം മാത്രമേ ഫോട്ടോയിൽ പതിഞ്ഞുള്ളൂ. ആളെ വ്യക്തമായില്ല. ക്യാഷ് കണ്ടതും അഭിരാമി സന്തോഷം കൊണ്ട് കണ്ണു നിറച്ചു. അലക്സി അവളുടെ മിഴികൾ തുടച്ച് അവളെ കെട്ടിപ്പിടിച്ചു. ഈ ഫോട്ടോ കൂടി പൂജ കാണണമെന്ന് വിഷ്ണുവിന് തോന്നി. അവൻ അലക്സി അഭിരാമിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കൂടി പൂജയ്ക്ക് അയച്ചു കൊടുത്തു. എന്നാൽ ഡിസ്പ്ലേ പോയ പൂജയുടെ ഫോണിൽ വന്നു കിടക്കുന്ന ആ ഫോട്ടോസുകളൊന്നും അവൾ കണ്ടിരുന്നില്ല. അലക്സി, ഡാഡി വീട്ടിലില്ല. ഈ പണം താൻ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഡാഡി ഏതോ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. എവിടെ നിന്നെങ്കിലും 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് ഡാഡിയും മമ്മിയും. താനിപ്പോൾ വീട്ടിലേക്ക് വന്നതുകൊണ്ടും കാര്യമില്ല. ഞാൻ അവർ വീട്ടിലുള്ളപ്പോൾ ഒരു ദിവസം തന്നെ വിളിക്കാം. അപ്പോൾ താൻ ഡാഡിയെയും മമ്മിയെയും കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നാൽ മതി. അവൾ എങ്ങനെയോ അലക്സിയോട് പണവും വാങ്ങി അവനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അഭിരാമിയുടെ പ്രണയത്തിൽ ലയിച്ചു പോയ അലക്സിക്ക് അവളുടെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അന്നത്തെ ദിവസം അലക്സിയുടെ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. അവൻ ആദ്യമായി അഭിരാമിയെ കെട്ടിപ്പിടിച്ചു. നെറുകയിലൊരു മുത്തം നൽകി. ആ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച സന്തോഷം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവൻ ഏറെ നേരം ബാറിൽ ചെലവഴിച്ചു. രാത്രിയിൽ ഏറെ വൈകിയാണ് അലക്സി വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. പൂജ അവനെയും കാത്തിരുന്ന് ഉറങ്ങിപ്പോയിരുന്നു. അവൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിയുണർന്നു. തനിക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഫോണും വാങ്ങിയായിരിക്കും അലക്സി വരുന്നത്. തനിക്ക് ഇഷ്ടപ്പെടാത്ത മോഡൽ സെറ്റാണെങ്കിലും അവനെ കുറ്റപ്പെടുത്തരുത് എന്നവൾ മനസ്സിൽ കരുതി. തൻ്റെ അക്കൗണ്ടിൽ നിന്നും തന്നെ കാശെടുത്താണ് കള്ളൻ തനിക്ക് സമ്മാനം തരുന്നത്. അവൾക്ക് ഉള്ളിൽ ചിരി വന്നു. സാരമില്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അവനോട് ചോദിക്കരുത്. അലക്സിക്ക് ചിലപ്പോൾ വിഷമമായെങ്കിലോ. അവൾ ഓരോന്നോർത്തുകൊണ്ട് ചെന്ന് ധൃതിയിൽ വാതിൽ തുറന്നു. അലക്സി മെല്ലെ നടന്നു വന്ന് അകത്തേക്ക് കയറി. പൂജ, താൻ ഉറങ്ങിയില്ലേ? അവൻ്റെ നാവും വാക്കും കുഴഞ്ഞു മറിഞ്ഞു. ഞാൻ കഴിച്ചു വന്നതാണ്, നീ കിടന്നോളൂ. അവൻ ഷൂ പോലും അഴിച്ചെടുക്കാതെ കട്ടിലിലേക്ക് വീണു. അലക്സി, താൻ എന്തു പണിയാ കാണിച്ചത്? ഇങ്ങനെ ബോധം മറയും വരെ കുടിക്കില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തതല്ലേ? അവൾക്ക് സങ്കടം വന്നു. താൻ എനിക്ക് ഫോൺ വാങ്ങിച്ചില്ലേ? അവൾ അവനെ പിടിച്ചു കുലുക്കി. എന്താ പൂജ, താൻ എന്നെ ഡിസ്റ്റർബ് ആക്കല്ലേ. താൻ ആദ്യം അഭിരാമിയെ കണ്ടുപഠിക്കി. അവൾക്ക് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ അറിയാം. അലക്സി ബോധം നശിച്ച് കട്ടിലിലേക്ക് അമർന്നു. പൂജയുടെ ഹൃദയം നിലച്ചു. അഭിരാമി എന്നല്ലേ അലക്സി പറഞ്ഞത്? അതാരാണ്? അലക്സി താനറിയാതെ തൻ്റെ അക്കൗണ്ടിൽ നിന്നും പണമെടുത്തത് തനിക്ക് ഫോൺ വാങ്ങാൻ വേണ്ടി ആയിരുന്നില്ലേ? അവളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. അലക്സി ഈ ഇടയായി ആകെ മാറിയിരിക്കുന്നു. തൻ്റെ ജീവിതം കൈവിട്ടു പോവുകയാണോ? പൂജയ്ക്ക് അന്ന് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചില്ല. പതിവ് പോലെ രാവിലെ അലക്സി ഉണരുകയും ചെയ്തു. അവൻ കൈയെത്തി ടേബിളിൽ പരതി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. താരയുടെ ഒപ്പമായിരുന്നപ്പോൾ അവൾ പതിവായി താൻ ഉണരുമ്പോൾ ടേബിളിൽ കോഫി കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. പൂജ മഹേഷിനെ വിട്ട് ഇറങ്ങി വന്നതിന് ശേഷം താൻ താരയെയും കുഞ്ഞിനെയും കാണാൻ പോയിട്ടില്ല. പൂജയ്ക്കൊപ്പം താമസിക്കാൻ തുടങ്ങിയതോടെ തൻ്റെ എല്ലാ പതിവും തെറ്റിയതാണ്. അവൾക്ക് പതിവായി ഒന്നും ചെയ്യാനറിയില്ല. വല്ലപ്പോഴും അവൾക്ക് നല്ല മൂടുള്ളപ്പോൾ മാത്രമാണ് അവൾ രാവിലെ ടേബിളിൽ കോഫി വയ്ക്കുന്നത്. ഇന്നവൾക്ക് നല്ല മൂടുണ്ടായിരിക്കില്ല. അലക്സി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. താൻ ഇന്നലെ രാത്രി കുടിച്ചൽപ്പം ഓവറായിപ്പോയി. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അവൾ തന്നോട് ദേഷ്യപ്പെടും. അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ച് ഓഫീസിൽ പോവാനായി അവൻ ഡ്രസ്സ് മാറി വന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. വീട്ടിൽ എവിടെയും പൂജയില്ല. അവൻ അവളെ വീട്ടിനകത്ത് ചുറ്റും തിരഞ്ഞു നോക്കി. എന്നാൽ അവൾ എവിടെയും ഉണ്ടായിരുന്നില്ല. അവളുടെ ഫോണിലേക്ക് അലക്സി വിളിച്ചു നോക്കി.
ആ സമയത്താണ് അവളുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന കാര്യം അലക്സിക്ക് ഓർമ്മ വന്നത്. തലേ ദിവസം താൻ തന്നെയാണ് മനഃപൂർവ്വം അവളുടെ ഫോൺ കുത്തിയിളക്കി കേടാക്കിയത്. പകരം പുതിയ ഫോൺ വാങ്ങി നൽകാമെന്നും താൻ അവളോട് പറഞ്ഞതായിരുന്നു. പെട്ടെന്നവൻ്റെ മനസ്സിലേക്ക് അപകടം ഓടിയെത്തി. ഒരുപക്ഷേ അവൾ ഫോൺ നന്നാക്കാൻ വേണ്ടിയാണോ, പുതിയത് വാങ്ങാൻ വേണ്ടിയാണോ, അങ്ങനെ എന്തിനെങ്കിലും വേണ്ടി പോയതാവുമോ? അവൻ ധൃതിയിൽ ടൗണിലേക്ക് അവളെ കണ്ടുപിടിക്കാനായി പുറപ്പെട്ടു. ഇതേ സമയം പൂജ ടൗണിലെ മൊബൈൽ ഷോപ്പിലായിരുന്നു. അവൾ പുതിയ ഫോൺ ഒരെണ്ണം അവിടെ നിന്നും വാങ്ങിയിരുന്നു. ഒപ്പം തന്നെ തൻ്റെ പഴയ ഫോണിൻ്റെ ഡിസ്പ്ലേ അവിടെയുള്ള സ്റ്റാഫ് നന്നാക്കിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അലക്സി ഏതോ ഒരു പെണ്ണിനൊപ്പം കൂൾബാറിലിരിക്കുന്ന ഒരു ഫോട്ടോ ആരോ ഒരാൾ തനിക്ക് അയച്ചു തന്നിരുന്നു. ആ ഫോട്ടോയിൽ പെൺകുട്ടിയുടെ മുഖം വ്യക്തമല്ല. പഴയ ഫോൺ നന്നാക്കിയെടുത്ത് അതിൽ ഫോട്ടോ വെച്ച് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. അലക്സിയുമായി അവൾക്ക് എന്താണ് ബന്ധമെന്ന് കണ്ടെത്തണം. പൂജ ഫോൺ റെഡിയാവാൻ വേണ്ടി കാത്തിരുന്നു. മാഡം, ഫോൺ റെഡിയായിട്ടുണ്ട്. അവിടെയുള്ള സ്റ്റാഫ് അവൾക്ക് ബില്ലും ഫോണും നൽകി. ബില്ലിലെ തുക അവിടെ അടച്ച ശേഷം അവൾ പതിയെ ഷോപ്പിൻ്റെ പുറത്തേക്കിറങ്ങി. എത്രയും പെട്ടെന്ന് അവൾ തൻ്റെ കാറിലേക്ക് കയറിയിരുന്നു. അവൾ പഴയ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തു. തലേ ദിവസത്തെ മുഴുവൻ മെസ്സേജുകളും ഫോണിലേക്ക് ഒഴുകി വരാൻ തുടങ്ങി. അവൾക്ക് അറിയേണ്ട വാട്സാപ്പ് നമ്പർ അവൾ ഓപ്പൺ ചെയ്തു. എന്നാൽ അത് തുറന്ന പൂജ ഞെട്ടിപ്പോയി. മുമ്പൊരിക്കൽ വന്ന ആ ഒരു ഫോട്ടോ മാത്രമല്ല അതിലിപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം അതിലേക്ക് 2 ഫോട്ടോകൾ കൂടി വന്ന് കിടക്കുന്നുണ്ട്. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ മെസ്സേജ് തുറന്നു നോക്കി. പൂജയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അലക്സി ഒരു പെട്ടി നിറയെ പണവുമായി ഒരു പെണ്ണിനടുത്ത് നിൽക്കുന്നു. തുറന്ന പെട്ടിയിൽ ഒരുപാട് കാശുണ്ട്. അടുത്തത് അലക്സി ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് സ്വയം മറന്നു നിൽക്കുന്നു. പൂജയുടെ ദേഹം മുഴുവനും വിറയ്ക്കുകയായിരുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കാറിൻ്റെ സീറ്റിലേക്ക് ചാരിക്കിടന്നു. കണ്ണിൽ നിന്നും ചുടുകണ്ണീർ തുള്ളികൾ അടർന്നു വീണു. നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവളുടെ സങ്കടം അണപൊട്ടി ഒഴുകി. മഹേഷിൻ്റെ ഭാര്യയായിരിക്കെ താൻ അവനെ ചതിച്ചുകൊണ്ട് അലക്സിയോട് ബന്ധം പുലർത്തി. പാവം മഹി, തന്നെ ഒരുപാട് അവൻ സ്നേഹിച്ചിരുന്നു. അവനോട് ചെയ്ത ചതിക്കുള്ള ശിക്ഷ ദൈവം തനിക്ക് 10 മടങ്ങായി തിരിച്ചു തന്നതാണെന്ന് അവൾക്ക് തോന്നി. എന്നാലും ഇവളാണോ ഇന്നലെ രാത്രിയിൽ അലക്സി പറഞ്ഞ അഭിരാമി? അവളുടെ ഉള്ളിൽ സംശയം നുരഞ്ഞു പൊങ്ങി. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ബൈ.